Hello everyone. So this is Miss Sridevi here. നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. ക്ലാസ് 10 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 4 ആയ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. പേരിൽ തന്നെയുണ്ട് നമ്മുടെ ഈ ചാപ്റ്റർ അല്ലേ? ചാൻസ്, സാധ്യത അല്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇന്ന് മഴ പെയ്യുമോ അല്ലേ? അതൊരു ചാൻസ്. പെയ്യാതിരിക്കും. ഇപ്പം മഴക്കാറുണ്ടെങ്കിലും അല്ലേ നമുക്ക് ചാൻസാ പെയ്യോ പെയ്യില്ലയോ എന്നൊക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കോയിൻ നമ്മുടെ എപ്പോഴും ഉപയോഗിക്കുന്ന ഈ ചാപ്റ്ററിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിളാണ് ഈ ടോസിങ് എ കോയിൻ എന്ന് പറയുന്ന എക്സാമ്പിൾ. ഇപ്പോൾ ഒരു കോയിൻ ഇടുക, ഹെഡ് വീഴുമോ ടെയിൽ വീഴുമോ? പിന്നെ ഒരു നമ്മൾ കൂപ്പണൊക്കെ എടുക്കുമ്പം ആർക്കായിരിക്കും കിട്ടുക എന്നുള്ള അതിൻ്റെയൊക്കെ ഒരു ചാൻസ്. അത് നമ്മൾ മാത്തമെറ്റിക്കലി എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഞാനൊരു 4 ബോക്സസ് വരയ്ക്കാം. സോ ഞാൻ 4 ബോക്സസ് തന്നിട്ടുണ്ട്. ഈ 4 ബോക്സസിലും ഞാൻ 6 ബോൾസ് വീതം ഇട്ടിട്ടുണ്ട്. ഈ 6 ബോൾസിലും ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ബോൾസൊക്കെ കളേർഡ് ബോൾസാന്ന് കരുതുക. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ എത്ര കളേർഡ് ബോൾസ് ഉണ്ട്? ഇവിടെ 2 എണ്ണം. രണ്ടാമത്തേലോ? ഇതിലാണൊരു 3 എണ്ണം ആക്കുക. ഇവിടെ 3 എണ്ണം. ഇവിടെയോ 1 2 3 4. നാലെണ്ണം. ഇവിടെ 1 2 3 4 5 5 എണ്ണം ഉണ്ട്. അപ്പൊ ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5 എണ്ണം ഉണ്ട്. സോ ഇനി ഇതില് ഏത് ബോക്സിലായിരിക്കും നമ്മൾ കൈയിട്ട ഒരു കളേർഡ് ബോൾ കിട്ടാൻ കൂടുതൽ സാധ്യത? ഇതിലാണോ? ഇതിൽ 2 എണ്ണേ ഉള്ളൂ. മെജോറിറ്റി എന്താണ്? കളേർഡ് അല്ലാത്ത ബോൾസ് ഒക്കെ, ട്രാൻസ്പെറൻറ്റ് ബോൾസ്. ഇവിടെയോ 3 എണ്ണേ ഉള്ളൂ. ഇവിടെ 1 2 3 4, ഇവിടെ 5. ഏറ്റവും കൂടുതൽ കളേർഡ് ബോൾസ് ഉള്ളത് ഏതിലാണോ അതിലായിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസ് അല്ലെ കളേർഡ് ബോൾസ് കിട്ടാനുള്ള ചാൻസ്. അപ്പോൾ ഇത് ഞാൻ മാത്തമെറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇത് മാത്തമെറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ എനിക്ക് എന്താണ് ഫ്രാക്ഷനിൽ റെപ്രസെന്റ് ചെയ്യാം, ഡെസിമലിൽ റെപ്രസെന്റ് ചെയ്യാം, പെർസെൻറ്റേജിലും റെപ്രസെന്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഫ്രാക്ഷനിലാണ് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 ബോൾസ് ഉണ്ട്. ടോട്ടൽ ബോൾസ് 6. അപ്പൊ ഈ കൂടുതൽ സാധ്യത അതിന് പറയുന്ന ഒരു പേരാണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് കളേർഡ് ബോൾസ് അല്ലേ? കളർ ബോൾസ് കിട്ടാനുള്ള സാധ്യത. ഇപ്പൊ മാത്തമെറ്റിക്കലി നമ്മൾ പറയണ പ്രോബബിലിറ്റിയുടെ സ്പെല്ലിംഗ് ആണ് PROBABILITY. ഈ മാത്തമെറ്റിക്സ് ഓഫ് ചാൻസ് ശരിക്കും ഈ ചാപ്റ്റർ എന്താ? പ്രോബബിലിറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പ്രോബബിലിറ്റീനെ നമുക്ക് എന്താണ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് നമുക്ക് P(n) എന്നോ ഇപ്പം ഇവന്റ്, ഇപ്പൊ ഏത് ഇവന്റ് ആണ്? ഇവിടെ എനിക്ക് എന്താ നമ്മുടെ ഇവന്റ് എന്താ? നമുക്ക് കളേർഡ് ബോൾസ് കിട്ടണം, അതാണ് നമ്മുടെ ഇവന്റ്. അപ്പൊ P(e) അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പൊ ഇവിടെ എനിക്ക് P of കളേർഡ് ബോൾസ് കിട്ടണം, വേണമെങ്കിൽ എനിക്ക് P of കളേർഡ് ബോൾസ് ഇസ് ഈക്വൽ ടു ഗെറ്റിംഗ് കളേർഡ് ബോൾസ്. അപ്പൊ എനിക്ക് P of ഇങ്ങനെ കളേർഡ് ബോൾസ് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇ ഇടാം. ഇ എന്ന് പറഞ്ഞാൽ ഇവന്റ്, P of ഇവന്റ്, നമ്മുടെ പർട്ടിക്കുലർ ഇവന്റ് അല്ലെ? എന്താണ് ഇപ്പൊ നമ്മുടെ പർട്ടിക്കുലർ ഇവന്റ്?
ആ ഒരു സ്പെസിഫിക് ഇവന്റ് ഏതാ? നമുക്ക് കളർഡ് ബോൾസ് കിട്ടണം. ഈക്വൽ ടു ഇതിന്റെ ഫ്രാക്ഷൻ തന്നെ കളർ ബോൾസ് ഇത് മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഫ്രാക്ഷൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ഇപ്പൊ 2 എണ്ണം ഉണ്ട് അല്ലേ? ഇപ്പൊ 2/, മൊത്തം എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. അപ്പൊ 2/6 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ ഇത് 1/3 എന്ന് കിട്ടും. അപ്പൊ ഇതെന്താ? ഇവിടെ കളർഡ് ബോൾസ് കിട്ടാനുള്ള സാധ്യത എത്രയാ? 1/3 ആണ്. ഇനി ഇവിടെയാണെങ്കിലോ, ഇവിടെയും ടോട്ടൽ ബോൾസ് എത്രയാ? 6 തന്നെയാ. അപ്പൊ പി ഓഫ് ഗെറ്റിംഗ് കളർഡ് ബോൾസ് എങ്ങനെ ഇവിടെ ഈ കേസിൽ? ഇവിടെ 3/, അല്ലെ? കളർഡ് ബോൾസ് ഏതാ? ഇവിടെ 3 എണ്ണം. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം അല്ലെ? 6ൽ 3 ഭാഗവും എന്താണ്? കളർഡ് ബോൾസ്. ഇവിടെ 6ൽ 2 ഭാഗവും ആണ് കളർഡ് ബോൾസ്. അപ്പൊ ഇതിന് 3/6 എന്നുണ്ട്. ഇനി ഇതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാലോ എനിക്ക്. ഇതെങ്ങനെയാ? 1/2. അടുത്തയിലോട്ട് വന്നേ. ഇവിടെ എങ്ങനെയായിരിക്കും? പി ഓഫ്, ഇതൊന്നുകൂടി ഞാൻ ഒരു ഷോർട്ട് ഫോമിൽ എഴുതാം, CB. സ്പേസിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ ഇവിടെ എന്ത് വരും? 4 കളർഡ് ബോൾസ് ഉണ്ട്. അപ്പൊ 4/6 അല്ലെ? 4/6. ഇവിടെയോ P of getting colored balls. ഇവിടെ 5/6. ഈ 4/6 എനിക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാലോ. ദാറ്റ് ഇസ് 2/3. ക്യാൻസൽ ചെയ്താൽ മതി. ഇപ്പൊ 2ന്റെ മൾട്ടിപ്പിൾസ് ആണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അപ്പൊ 2 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലെ? 2 2s are 4, 3 2s are 6. അപ്പൊ അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എഴുതാം. അപ്പോ ഈ 3 ഫ്രാക്ഷനും ഇപ്പൊ ഏതൊക്കെയാ എന്റെ 3 ഫ്രാക്ഷൻസ്? 1/3, 1/2, 2/3, പിന്നെന്താ 5/6. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഓരോ കേസിലുമുള്ള കളർ ബോൾസ് കിട്ടാനുള്ള സാധ്യത. അപ്പൊ ഏറ്റവും കൂടുതൽ ഇതിനാ ഉള്ളത്. ഇപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കിക്കേ. ഇപ്പൊ നമ്മളല്ലാണ്ട് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു. ഇത് മാത്തമെറ്റിക്കലി ഇങ്ങനെ തന്നിട്ട് ഏതാണ് സാധ്യത എന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ടുപിടിക്കണം. നമുക്കറിയാം 2 ഫ്രാക്ഷൻസ് ഒന്ന് ഏത് ഫ്രാക്ഷനാണ് വലുതെന്ന് അറിയാനായിട്ട് ഇതെന്താന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 2ഉം 1ഉം കൂടെ മൾട്ടിപ്ലൈ. 2 × 1 എത്രയാ? 2. ഇതോ 3 × 1 is equal to 3 അല്ലേ? അപ്പൊ ഇതിൽ ഏതാ ഏറ്റവും വലുത്? 2 ആണോ 3 ആണോ? 3 തന്നെ അല്ലേ? അപ്പൊ ഏത് ഫ്രാക്ഷൻ വരും? ഈ ഫ്രാക്ഷൻ ആയിരിക്കും വലുത്. ഈ ഫ്രാക്ഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 2 ഫ്രാക്ഷൻ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം. അതിനെന്ത് ചെയ്താൽ മതി? ഇതിപ്പോ നമുക്കറിയാം 3 × 1, 3 × 1 ഇവിടെ 3 വരും. അപ്പൊ ഇത് കളയാലോ. ഈ ഫ്രാക്ഷൻ ഞാൻ കളഞ്ഞു. ഇത് തമ്മിൽ കമ്പയർ ചെയ്തപ്പോ ഇത് വലുത് കിട്ടിയോണ്ട് അപ്പൊ 3 × 1 3, 2 × 2 4. ഇതിലേത് വലുത് വന്നേ? 4 ആ വരുന്നത്. അപ്പൊ എന്താ? നമ്മൾ ഇപ്പൊ ഈ ഫ്രാക്ഷൻ സെലക്ട് ചെയ്യും. അപ്പൊ ഇതാണ് ഈ 3 എണ്ണത്തിലും ഏത് ഏറ്റവും വലുത് ഏതാ? ഇത് അല്ലേ? ഇനി ഇപ്പൊ ഇതും കളഞ്ഞു. അടുത്ത് നോക്കിക്കേ. ക്രോസ് മൾട്ടിപ്ലൈ. 6 × 2 12. ഇവിടെയോ 3 × 5 15. അപ്പൊ 3 × 5 15 വന്നു. ഇപ്പൊ ഇതിൽ ഏതാ വലുത് വന്ന? 15. അപ്പൊ എന്താണ്? ഈ ഫ്രാക്ഷനാണ് വലുത്. അപ്പൊ എന്താ? ഈ 4 കേസസ് എടുത്തപ്പോൾ ഏറ്റവും വലുത് എന്താ കിട്ടണം? 5/6 ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രാക്ഷൻ കിട്ടുക. അപ്പൊ എന്താ ഏറ്റവും കൂടുതൽ ചാൻസ് എവിടെയാ ഒരു കളർഡ് ബോൾസ് കിട്ടാനുള്ളത്? 4th കേസിൽ. സോ ഇതാണ് നമ്മുടെ ബേസിക്കലി നമ്മുടെ ചാപ്റ്റർ. ഇപ്പൊ ഓരോന്നിന്റെ ഓരോ ഇവന്റ് തന്നിട്ടുണ്ടാവും. അതിന്റെ സാധ്യത
നമ്മൾ മാത്തമെറ്റിക്കലി കണ്ടുപിടിക്കണം. അപ്പം അത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ 2 ഫ്രാക്ഷൻസ് ആയിട്ടൊക്കെ നമ്മൾ പ്രോബബിലിറ്റീനെ ഫ്രാക്ഷൻ ആയിട്ടോ ഡെസിമൽ ആയിട്ടോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രാക്ഷൻ വന്നാൽ അപ്പം അതിനെ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഇപ്പം മനസ്സിലായല്ലോ. ഇനി ഒരു പ്രോബ്ലം തരാം. പ്രോബ്ലത്തിന് മുന്നേ നമ്മുടെ ഈ പ്രോബബിലിറ്റി ഉണ്ടല്ലോ, ഈ പ്രോബബിലിറ്റി വാല്യൂ എപ്പോഴും 0ക്കും 1നും ഇടയിലായിരിക്കും. 0ക്കും 1നും ഇടയിലായിരിക്കും. 0 തൊട്ട് 1 വരെയുള്ള ഏത് വാല്യൂസും ആകാം. ഈ പ്രോബബിലിറ്റി വാല്യൂ ഒരിക്കലും 2 എന്നൊന്നും കിട്ടത്തില്ല. ഇനി ഇതിന്റെ ജനറൽ ഫോർമുല ഇപ്പം നമ്മളിവിടെ എങ്ങനെ എഴുതിയേ? ഇത് കണ്ടില്ലേ? ഇതിപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് കേസസ് അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഉണ്ട്, അതിന് ഡിനോമിനേറ്ററിൽ വന്നു അല്ലേ? എന്നിട്ട് എന്താ, കളേർഡ് ബോൾസ് സെലക്ട് ചെയ്യാനുള്ള സാധ്യത എന്താണെന്നൊക്കെയാണ് നമ്മൾ ഓരോന്നിനും പ്രോബബിലിറ്റിക് വാല്യൂ ആയിട്ട് എഴുതിയത്. അപ്പം ഇതിൻ്റെ നോക്കിക്കേ, നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? കളേർഡ് ബോൾസാണ്. അതാണ്. അപ്പം നമുക്ക് വേണ്ട ഔട്ട്കം അതെന്തോരം ഉണ്ട്, അത് ന്യൂമറേറ്ററിലും വന്നു. ടോട്ടൽ എത്ര എണ്ണമുണ്ട്, ഇപ്പം നമുക്ക് വേണ്ട ഔട്ട്കം അല്ലാണ്ടും ഉള്ള കേസസും ഉണ്ട്. അപ്പോൾ കളേർഡ് അല്ലാത്ത ബോൾസും ഉണ്ട്, അതെന്താ ഡിനോമിനേറ്ററിലും വന്നു. അപ്പം ഈ നമ്മുടെ പ്രോബബിലിറ്റിയുടെ ജനറൽ ഫോർമുല എങ്ങനെ വരും? ജനറൽ ഇക്വേഷൻ പ്രോബബിലിറ്റിക് വാല്യൂ എന്ന് പറഞ്ഞത് probability of an event equal to number of favorable outcomes by total number of outcomes. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്. ഇപ്പം ഒരു 2 കോയിൻസ് ടോസ് ചെയ്യുകയെന്ന് വെച്ചോ. 2 കോയിൻസ് ടോസ് ചെയ്യുവാണെങ്കിൽ എന്താണ്, എനിക്ക് അതിൻ്റെ അകത്ത് എന്തൊക്കെയായിരിക്കും ഔട്ട്കംസ് ആയിട്ട് വരിക? ഒന്നല്ലെങ്കിൽ 2 കോയിനും ടെയിലും ആയിരിക്കും. എന്താ, പിന്നെ ചിലപ്പോൾ 2 ഹെഡും ആയിരിക്കും. ഒന്ന് ടെയിലും ഹെഡും ആയിരിക്കും, മറ്റൊന്ന് ഹെഡും ടെയിലും. ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പം ഇങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഇത്രയും കിട്ടും 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ. അപ്പം ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ സെറ്റായിട്ട് എഴുതുന്നതിന് നമ്മൾ ഈ സ്പേസിന് പറയുന്നതാണ് സാമ്പിൾ സ്പേസ്. ഇതിന് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന്. അപ്പം ഒരു ഇവന്റ് നടക്കുകയാണെങ്കിൽ അതിനകത്ത് വരാനുള്ള എല്ലാ ഔട്ട്കംസും അതിനെല്ലാം കൂടെ കൂട്ടി എഴുതുമ്പോൾ ആ ഒരു സ്പേസിനെ പറയുന്നതാണ് സാമ്പിൾ സ്പേസ്. ഇപ്പം എനിക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ആ 2 ടോസ് ചെയ്തപ്പോൾ ഒരു ഹെഡ് മാത്രം കിട്ടാനുള്ള സാധ്യത. ഒരു ഹെഡ് മാത്രം, ഒന്നിൽ കൂടുതൽ വരാൻ പാടില്ല, ഒരു ഹെഡ് മാത്രം. അതാണ് എൻ്റെ ആവശ്യം. ഞാൻ അതാണ് നോക്കുന്നത്. അത് കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണെന്ന് നോക്കണം. അതിൻ്റെ ഇക്വേഷൻ ഇപ്പോൾ പറഞ്ഞിട്ടില്ലേ, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇപ്പം ഞാൻ ആ 2 ടോയിൻ കോസ് ചെയ്ത് അതാണ് എൻ്റെ ഇവന്റ്. അതിൻ്റെ അകത്ത് എന്താ, എത്ര കേസസ് ഉള്ളു? 1 2 3 4. അപ്പം മൊത്തം 4 കേസസ് ഉണ്ട്. ഇതിൽ എനിക്ക് വേണ്ടത് എന്താണ്? ഒരു ഹെഡ് മാത്രം കിട്ടാനുള്ള ചാൻസ്. ഒരു ഹെഡെങ്കിലും അല്ല, ഒരു ഹെഡ് മാത്രം, അതിൽ കൂടാൻ പാടില്ല. അത് എത്ര കേസസ് ഉണ്ട്? 1
2. ആ അപ്പം എന്താണ്? അതാണ് എൻ്റെ ഫേവറബിൾ ഔട്ട്കംസ്. അതാണ് എനിക്ക് വേണ്ടത്, അതാണ് എനിക്ക് ഫേവർ ആയിട്ടുള്ള ഔട്ട്കംസ്. അപ്പം അത് 2. ഇപ്പം ഈ ഒരു ഇക്വേഷൻ മനസ്സിലായില്ലേ ഇതെങ്ങനെയാണ് വരേണ്ടതെന്ന്? ഇപ്പം നമ്മൾ ഒരു ഇവൻറ്റ് നോക്കുവാണെങ്കിൽ അതിൻ്റെ ആ ഇവൻറ്റിൽ അല്ലാത്തയും ഔട്ട്കംസ് വരും. അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ആ സാമ്പിൾ സ്പേസിൽ എത്ര എണ്ണം ഉണ്ടോ അതാണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. പിന്നെ നമുക്ക് ഫേവർ ആയിട്ടുണ്ടായി എനിക്കെന്താ ആവശ്യം? അത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. അത് നമ്മുടെ പൊക്കത്തും തന്നെ എന്ന് വെച്ചാൽ ന്യൂമറേറ്ററിലും തന്നെ. ഇതിനെനിക്ക് ഒന്നുകൂടിയും സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റൂലേ? ഇപ്പൊ 2/4 എനിക്ക് 1/2 എന്നാക്കാം അല്ലേ? എങ്ങനെയാ? 2 1s are 2 അല്ലേ? ഇത് 1 ആകും, ഇത് 2 2s are 4. രണ്ടും 2ന്റെ മൾട്ടിപ്ലൈ ആയതുകൊണ്ട് അപ്പൊ 2 1s are 2, 2 2s are 4. ഇത് 1/2. അപ്പം ഒരു ഹെഡ് മാത്രം കിട്ടാനുള്ള ചാൻസ് എന്താ? 1/2 ആ. ഈ 1/2 എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഹാഫ് അല്ലെ? 50-50 ചാൻസ് അല്ലെ? അപ്പൊ എനിക്ക് ഒരു ഹെഡ് മാത്രം കിട്ടാനുള്ള ചാൻസ് എത്ര? 50-50 ആ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. A box contains 6 black and white balls. If a ball is picked from it, what is the probability that it is black and the probability that it is white? അപ്പോൾ നമ്മൾ രണ്ടും കണ്ടുപിടിക്കുക. ഇപ്പോൾ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, ആ ബോക്സിൽ എന്തൊക്കെയാണുള്ളത്? 6 black and 4 white balls. അപ്പൊ 6 ബ്ലാക്ക് ബോൾസും 4 വൈറ്റ് ബോൾസും ആണ് ആ ഒരു ബോക്സിലുള്ളത്. If a ball is picked from it എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ എൻ്റെ കയ്യിൽ ആ ബോക്സ് ഉണ്ട്, ഈ ബോക്സിൽ എന്തൊക്കെയാണുള്ളത്? 6 ബ്ലാക്ക് ബോൾസും 4 വൈറ്റ് ബോൾസും അല്ലേ? അപ്പൊ ഇതിലോട്ട് ഞാൻ കൈയിട്ടു. അപ്പൊ എന്താ കൈയിട്ട് കഴിഞ്ഞാൽ എന്താ ചോദിച്ചിരിക്കണേ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ബ്ലാക്ക്? അപ്പം ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇപ്പൊ ഞാനിതിൽ കൈയിട്ട, ഇപ്പൊ ഇതിൻ്റെ അകത്ത് നിന്ന് ഞാനൊരു ബോൾ എടുത്ത അത് ബ്ലാക്ക് ആവാനുള്ള സാധ്യത, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ നമുക്ക് ഫസ്റ്റ് പാർട്ട് നമുക്ക് ചെയ്യാം. ഞാനൊരു ആ ബോക്സിനെ ഞാൻ B1 എന്ന് ഇടുക. ബോക്സിനെ ഞാൻ B1 എന്ന് പറഞ്ഞു. ഈ B1 എന്തൊക്കെയുള്ളത്? ബ്ലാക്കും വൈറ്റ് ബോൾസും. ബ്ലാക്ക് എത്ര എണ്ണം ഉണ്ട്? 6 balls. വൈറ്റ് എത്ര എണ്ണം ഉണ്ട്? 4. ഇനി പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ബ്ലാക്ക്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ബ്ലാക്ക്? അപ്പൊ ഞാൻ ഇതിനെ P ഓഫ് ബ്ലാക്ക് എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പാടുന്നത്. അല്ലെങ്കിൽ P ഓഫ് E1. നമ്മുടെ ഇവന്റ് 1 എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത അല്ലേ? ഇവന്റ് 2 എന്ന് പറയുന്നത് എന്താ? ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് വൈറ്റ്. വൈറ്റ് കിട്ടാനുള്ള സാധ്യത. ആദ്യത്തത് P ഓഫ് ബ്ലാക്ക്. P ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ. മൊത്തം എത്ര ബോൾസ് ഉണ്ട് ഈ ബാഗില്? അതല്ല ഡിനോമിനേറ്ററിൽ വരേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയാ? ബ്ലാക്കും വൈറ്റും ആയിട്ട് എത്ര ഉണ്ട്? 6 4 10 ബോൾസ് അല്ലേ? ഇനി എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഏതൊക്കെയാ ഉള്ളത്? എനിക്ക് എന്താ വേണ്ട? വാട്ട് ക്വസ്റ്റ്യൻ എന്താ? പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ബ്ലാക്ക്. അപ്പൊ എന്താ ഫേവറബിൾ ആയിട്ട് വരുന്നത്? എന്താ? ഈ ബ്ലാക്ക് അല്ലേ? ആ ബ്ലാക്ക് എത്ര ഉണ്ട്? 6 എണ്ണം. അപ്പൊ എന്താണ്? 6/10. ഇതിനെനിക്ക് ഒന്നുകൂടെ വെട്ടിച്ചുരുക്കാമല്ലോ അല്ലേ? എങ്ങനെയായിരിക്കും? ഇത് രണ്ടും 2ന്റെ മൾട്ടിപ്പിൾസാ. കാണുമ്പോൾ അറിയാം അല്ലേ? 0 2 4 6 8 അല്ലേ? ഇതൊക്കെയാണ് വൺസിൽ വരുന്നതെങ്കിൽ അതെല്ലാം എന്തായിരിക്കും? 2ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. അല്ലെങ്കിൽ ആ നമ്പേഴ്സ് എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 2 ആയിരിക്കും. ഞാനിത് എങ്ങനെയായിരിക്കും വെട്ടിച്ചിരിക്കുന്നത്? ഇത് 2ൽ എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. 3 2s are 6. 10 എത്ര പ്രാവശ്യം? 5 2s are 10. അപ്പൊ എന്താ ഇവിടെ? 5. അപ്പൊ ഇതെന്താണ്? 3/5. ഇനി അടുത്ത പാർട്ട് എന്താ? പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് വൈറ്റ് അല്ലേ? നമുക്ക് ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത കിട്ടി. ഇനി വൈറ്റ് കിട്ടാനുള്ളത്
സെയിം തന്നെ, നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെയാണ്. എളുപ്പ അല്ലേ? ആ ഇവന്റിനെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ഇത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും, പി ഓഫ് വൈറ്റ് എന്ന്. പി ഓഫ് ബ്ലാക്ക് എന്ന ആ ഇവന്റിന് വേണമെങ്കിൽ പി ഓഫ് E1 എന്നോ. E1 എങ്ങനെയാ? ഇങ്ങനെ പി ഓഫ് ക്യാപിറ്റൽ ലെറ്റർ E1. ഇതിന് വേണമെങ്കിൽ പി ഓഫ് E2. അപ്പൊ അങ്ങനെ എഴുതുന്നതിന് മുന്നേ എന്ത് പറയണം? ലെറ്റ് E1 ആൻഡ് E2 ബി ദ ടു ഈവൻസ്. എന്താണ്? E1 ബി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്കും E2 എന്ന പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് എന്നും. അങ്ങനെ നമ്മൾ എഴുതി വെക്കണം. ഇനി നോക്കിക്കേ, നമ്മുടെ പ്രോബബിലിറ്റിയുടെ ഫോർമുല എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണോ ന്യൂമറേറ്റർ? അല്ല. എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അപ്പൊ ഇവിടെ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് നമുക്കറിയാം എന്താ? 10 അല്ലെ? മൊത്തം എത്ര ബോൾസ് ഉണ്ട്? 6 ഉം 4 ഉം 10 ബോൾസ് ഉണ്ട്. ഈ 10 ബോൾസിലോട്ടാണ് നമ്മൾ അല്ലെ കൈയിട്ടത്. ആ 10 ബോൾസിൽ വൈറ്റ് കിട്ടാനുള്ള സാധ്യത. ഇപ്പൊ വൈറ്റ് നമുക്ക് ഫേവറബിൾ അല്ലെ? അതാണ് നമ്മുടെ ഫേവറബിൾ ഔട്ട്കം ആയിട്ട് വേണ്ടത്. അപ്പോൾ ഇതെന്താ? എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം അല്ലേ? അപ്പൊ അതിന് ഞാൻ ന്യൂമറേറ്ററിൽ എഴുതി 4. അപ്പൊ 4/10. നോക്കിക്കേ, ഇതും 2 മൾട്ടിപ്പിൾസ് അല്ലേ? 4. 2 × 2 4 ആണ്. 5 × 2 10 ആണ്. അപ്പൊ എന്താ? ഇത് രണ്ടും 2 മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ ഞാൻ ഇതിനെ എന്താ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. അപ്പൊ 4/10 എന്ന് പറയുന്നത് 2 2s are 4, 5 2s are 10. അപ്പൊ എന്ത് കിട്ടി? 2/5. ഇനി ഏറ്റവും കൂടുതൽ സാധ്യത കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ജസ്റ്റ് എന്താ ഇതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചാൽ മതി. ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത, വൈറ്റ് കിട്ടാനുള്ള സാധ്യത. ഏറ്റവും കൂടുതൽ സാധ്യത ഏതിനാന്നൊന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ എന്താ? രണ്ടിനെ സ്പെസിഫൈ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ ഏതിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത? ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? നമ്മൾ പിന്നെ കമ്പയർ ചെയ്യണം. അപ്പൊ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ എനിക്ക് ബ്ലാക്ക് കിട്ടാൻ എത്രയാ? 3/5 അല്ലേ? ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത 3/5 ആ. ഇനി വൈറ്റ് കിട്ടാനുള്ള സാധ്യതയോ? 2/5. ഇനി ഇത് രണ്ടും കമ്പയർ ചെയ്യണം അല്ലെ? ഈ ഫ്രാക്ഷൻ രണ്ടും കമ്പയർ ചെയ്തിട്ട് ഇതിലേതാണോ വലുത് അല്ലെ? അതെങ്ങനെ കമ്പയർ ചെയ്യണ്ടേ? ക്രോസ് മൾട്ടിപ്ലൈ അല്ലെ? ഇവിടെ എന്താ? 5 × 3. ഇവിടെ 5 × 3 എത്ര? 5 × 3 15. ഇവിടെയോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ 5 × 2 10. ഇതിൽ ഏതാ വലുതെന്ന്? 10 ആണോ 15 ആണോ? 15. അപ്പൊ ഏതാ ഏറ്റവും കൂടുതൽ സാധ്യത? അപ്പൊ ഈ സൈഡിൽ വന്നപ്പോ ഈ ഫ്രാക്ഷൻ ആണ് വലുത്, 3/5. അപ്പൊ 3/5 ഏതാ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക്. അപ്പൊ ആ ബോക്സിലോട്ട് ഞാൻ കൈയിട്ടാൽ എനിക്ക് ബ്ലാക്ക് കിട്ടാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. പക്ഷെ നമുക്ക് ആ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത് ചോദിച്ചിട്ടില്ല ഏതാണ് ഏറ്റവും കൂടുതൽ സാധ്യതയെന്ന്. നമുക്ക് ജസ്റ്റ് എന്താ? ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യതയും വൈറ്റ്, അത്രേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ എക്സ്ട്രാ പറഞ്ഞതാ. ഇനി നിങ്ങൾക്ക് കമ്പയർ ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ട രീതി പറഞ്ഞത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഇടാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A bag contains 3 red balls and 7 green balls. Another contains 8 red and 7 green balls. അപ്പം നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? ഒരു ബാഗിന്റെ കേസ് പറഞ്ഞുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോ എന്താ? 2 ബാഗ് ഉണ്ട് അല്ലേ? അപ്പം അത് ഞാൻ B1 B2 B1 B2 എന്ന് കൊടുത്തു. ഇനി നോക്കിക്കേ, B1 എന്ന് പറയുന്ന ആദ്യത്തെ ബാഗും B2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ബാഗ്. A bag contains 3 red balls and 7 green balls. അപ്പൊ ആദ്യത്തെ ബാഗ് എന്താ? റെഡും ഗ്രീനും ആണ് നമ്മുടെ കളേഴ്സ് അല്ലേ? അപ്പൊ 3 red and 7
ഗ്രീൻ. ഇനി ഇവിടെ റെഡും ഇവിടെ ഗ്രീനും. Another contains 8 red and 7 green. 8 red and 7 green. നോക്കിക്കേ. First question. If a ball is drawn from the first bag, അപ്പം ഒരു ബോൾ നമ്മൾ ഫസ്റ്റ് ബാഗിൽ നിന്ന് എടുക്കുവാണെങ്കിൽ what is the probability that it is red? അപ്പം ആദ്യത്തെ ബാഗിൽ നിന്ന് ഞാൻ കൈയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് റെഡ് കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം എന്ത് ഫസ്റ്റ് ക്വസ്റ്റ്യനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇനി B2ന്റെ ആവശ്യമൊന്നുമില്ല അല്ലേ. ഞാൻ ബാഗ് 1ലേക്കാണ് കൈയിടുന്നത്, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് എന്താ ബാഗ് 1നെ കുറിച്ച് മാത്രം നോക്കിയാൽ മതി. ഞാൻ ബാഗ് 1ന്റെ നമുക്ക് എന്താ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഇസ് റെഡ് കണ്ടുപിടിക്കാനുള്ള. അപ്പൊ നമുക്ക് എന്താ പി ഓഫ് റെഡ് എന്ന് കൊടുക്കാലോ ഞാൻ, അല്ലേ. പി ഓഫ് റെഡ് എന്താ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയുണ്ട്? 3ഉം 7ഉം അല്ലേ. ആഡ് ചെയ്തേ 10 അല്ലേ. അപ്പൊ അതാണ് എൻ്റെ ടോട്ടൽ ഔട്ട്കംസ് അത്രയുണ്ട് അല്ലേ. ഞാൻ കൈയിടുമ്പോൾ എനിക്ക് മൊത്തം ബോൾസ് അതിൻ്റെ 10 അല്ലേ. അപ്പൊ 10 ആണെങ്കിൽ എനിക്ക് വേണ്ടത് എത്ര എണ്ണം ഉണ്ട് അവിടെ? 3 റെഡ് അവിടെ കിടക്കണം. അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് റെഡ് കിട്ടാനുള്ള സാധ്യതയാണ് അല്ലേ. ഈ 10 റെഡ് കിട്ടാനുള്ള സാധ്യത. അപ്പൊ 3 റെഡാണ് അവിടെ കിടക്കണം. അപ്പൊ എന്താ 3 ന്യൂമറേറ്ററിൽ വന്ന്. അപ്പം 3/10 ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. 10 3-ലൊന്നും പോകുകയല്ല അല്ലേ. 3 എന്താ ഇപ്പൊ 3 മാത്രമേ പോകുള്ളൂ. ഒരു പ്രൈം നമ്പറാ അല്ലേ, അല്ലെങ്കിൽ 1. പിന്നെ 10 എന്തായാലും 3 പോകത്തില്ല. നമുക്കിതിന് 3/10 എന്ന് തന്നെ എഴുതാം. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഇഫ് എ ബോൾ ഇസ് ഡ്രോൺ ഫ്രം ദ ഫസ്റ്റ് ബാഗ് അല്ലേ, റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി അതപ്പോ എത്രയാ? 3/10. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഫ്രം ദ സെക്കൻഡ് ബാഗ് എന്ന് വെച്ചാ ഇത് തന്നെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് എ ബോൾ ഇസ് ഡ്രോൺ ഫ്രം ദ ഫസ്റ്റ് ബാഗ് അതിൻ്റെ ചോദിച്ചിരിക്കണം. അപ്പൊ ഇതിലെന്താണ്? ഞാൻ സെക്കൻഡ് ബാഗിൽ കൈയിടുവാണെങ്കിൽ റെഡ് കിട്ടാനുള്ള സാധ്യത പ്രോബബിലിറ്റി എളുപ്പമല്ലേ. നമ്മളിപ്പോ ഇത് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതും ചെയ്യാം. അപ്പൊ എന്താ പി ഓഫ് ഗെറ്റിംഗ് റെഡ് തന്നെ. ഇപ്പൊ ബാഗ് 2ന്റെ കേസ് അല്ലേ. പി ഓഫ് റെഡ് എന്താ ഇവിടെ കിട്ടാനുള്ള സാധ്യത? 8ഉം 7ഉം എന്താ 15. അപ്പൊ മൊത്തം 15 ബോൾസ് ഉണ്ട്. അപ്പം 15 അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇനി നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ന്യൂമറേറ്ററിൽ വരും. ന്യൂമറേറ്ററിൽ എന്താ വരിക? എനിക്കെന്താ വേണ്ടത്? റെഡ് കിട്ടാനുള്ള ചാൻസ്. അപ്പം എന്താ 8. അപ്പം 8/15. ഇപ്പൊ 3/10 ആണ് ഫസ്റ്റ് ബാഗിലെ ചാൻസും. B2 എന്താ 8/15 ചാൻസും. ഇതും എന്താ ക്യാൻസൽ ആയി പോകത്തില്ല. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അപ്പൊ സെക്കൻഡ് ബാഗിൽ റെഡ് കിട്ടാനുള്ള ചാൻസ് എത്ര? 8/15. The balls in both bags are put together in a single bag. അപ്പൊ ഈ 2 ബാഗിലെ ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. The balls in both bags എന്ന് പറയുമ്പോൾ ഈ B1ലെ B2ലെയും ബോൾസ് ആർ put together in a single bag. എനിക്കിത് ഇപ്പൊ എൻ്റെ ഈ 2 കയ്യിൽ 2 ബാഗ് ഉണ്ടെങ്കിൽ എനിക്ക് വേറെ 3ാമത്തെ ബാഗ് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ആ ബാഗിലോട്ട് ഈ 2 ബാഗിൽ ബോൾസ് അങ്ങോട്ട് ഇടുക.
അപ്പൊ എത്ര എണ്ണായി? ആദ്യത്തെ ബാഗിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 7 3 10 ബോൾസ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ബാഗിൽ എത്ര ഉണ്ടാണ്? മൊത്തം എത്ര എണ്ണം വരും? 10ഉം 15ഉം കൂടെ മൊത്തം 25 ബോൾസ് വരും അല്ലേ? ആ ഒറ്റ ബാഗിലോട്ട് 2 ബാഗിലെ ബോൾസും കൂടെ കൂട്ടിയിടുമ്പോൾ എനിക്ക് മൊത്തം എത്ര എണ്ണം ഉണ്ടാവും? ആ ഒരു സിംഗിൾ ബാഗില് മൊത്തം 25 ബോൾസ് ഉണ്ടാവും. അപ്പം ഈ B1ഉം B2ഉം കൂടെ കൂട്ടി എന്താണ് B എന്ന് പറയുന്ന ഒരു ബാഗിലോട്ട് ഞാൻ ഇട്ടു. ബിയിൽ എത്രയാണ് ടോട്ടല്? 10 ബോൾസ് ഉണ്ട്. B2ൽ എത്ര ബോൾസ് ഉണ്ട്? 15 ബോൾസ് ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര ബോൾസ് വരും? മൊത്തം 25 ബോൾസ് വരും. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഇപ്പൊ സിംഗിൾ ബാഗിലോട്ട് ഇട്ടു, അത്രയും പറഞ്ഞു. ഇഫ് എ ബോൾ ഇസ് ഡ്രോൺ ഫ്രം ദിസ്, അപ്പം നേരത്തെ പോലെ തന്നെ ആ വലിയ ബാഗിൽ നിന്ന് ഞാനൊരു ബോൾ എടുക്കുവാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഇസ് റെഡ്? അപ്പൊ ആ ഒരു ബോൾ എടുക്കുമ്പോൾ റെഡ് കിട്ടാനുള്ള സാധ്യത. ഗ്രീനിന് ഈ ക്വസ്റ്റ്യനിലൊക്കെ ഒഴിവാക്കി നമുക്ക് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നോക്കാം. ഗ്രീനിന് ഇപ്പൊ ഇതിനകത്ത് മൊത്തം റെഡ് കിട്ടാനുള്ള, റെഡിനോട് കുറച്ച് സ്നേഹം കൂടുതൽ, അപ്പോൾ റെഡ് കിട്ടാനുള്ള ചാൻസ്. അപ്പോ നോക്കിക്കേ, ആദ്യത്തെ B1ല് എന്താ ഗ്രീനും റെഡും എത്രണ്ണ തന്നിരിക്കണത്? റെഡ് 3ഉം ഗ്രീൻ 7ഉം അല്ലേ? അപ്പൊ റെഡ് ഗ്രീന് ബോൾ 1ന്റെ കേസിൽ 3ഉം 7ഉം. ഇവിടെ എന്തായിരുന്നു? റെഡും ഗ്രീനും റെഡ് 8ഉം ഗ്രീൻ 7ഉം. ഓക്കെ, അപ്പൊ മൊത്തം ഈ ബി എന്ന് പറയുന്ന ബാഗില് അപ്പം ഇതിൽ എത്ര റെഡ് കാണും? അപ്പം B1ന്റെ കേസിൽ 3 റെഡ് ഉണ്ട്, B2ന്റെ കേസിൽ 8 റെഡ് ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര റെഡ് വരും? 11 അല്ലെ? 3 റെഡാ B1ൽ. അപ്പം 8ഉം 3ഉം 11. ഇനി ഗ്രീൻ എത്ര എണ്ണം വരും? B1ൽ 7, B2ല് 7. അപ്പൊ ഇതെന്താ? 14. 7 7 14. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്താ? നമുക്ക് റെഡ് കിട്ടാനുള്ള ചാൻസ് എന്നാ അല്ലെ? മൊത്തം എത്ര ഉണ്ട്? 25. അപ്പൊ P ഓഫ് ഗെറ്റിംഗ് ഈ കേസിലെ റെഡ്. അപ്പൊ നിങ്ങൾക്ക് ആൻസേഴ്സ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഇവൻസ് E1 E2 E3 എന്ന് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. ഇതിപ്പോ P ഓഫ് റെഡ് എന്ന് ഞാനിപ്പം എല്ലാത്തിലും കൊടുത്തത് നമ്മൾ ആൻസേഴ്സ് എക്സാമിന് കൊടുക്കുമ്പോൾ നിങ്ങളത് E1 E2 E3 എന്നിട്ട് E1 എന്താ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം ഫസ്റ്റ് ബാഗ്. E2 പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം സെക്കൻഡ് ബാഗ്. E3 എന്താ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഫ്രം ദ സിംഗിൾ ബാഗ് അല്ലെ? ആ ഒരു സിംഗിൾ ബാഗിൽ നിന്ന്. അപ്പൊ P ഓഫ് റെഡ് ഇവിടെ മൊത്തം 25. നോക്കിക്കേ എത്ര റെഡ് ഉണ്ട്? അതല്ല എനിക്ക് ഫേവറബിൾ ആയിട്ട് വേണ്ടേ. അപ്പം 11. അപ്പൊ എന്താ? 11/25. അതാണ് നമ്മുടെ പ്രോബബിലിറ്റി. എന്തിൻ്റെ? റെഡ് കിട്ടാൻ. അതും ആ ഒരു സിംഗിൾ ബാഗിൽ നിന്ന്, ആ 2 ബാഗിലെ ബോൾസും കൂടെ ഇട്ടിട്ട് ആ സിംഗിൾ ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള ചാൻസ്. അപ്പൊ അത് എത്രയാ? 11/25. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടുക. സോ ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a bag contains 3 red beads and 7 green beads. Another bag contains 1 more of
each. The probability of getting a red from which bag is greater. ഇതിൻ്റെ അർത്ഥം റെഡാ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ ബീറ്റ്സിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ബോൾസ് ആയിരുന്നു, അപ്പൊ അത് ബീറ്റ്സ് ആയി. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, കണ്ടീഷൻസിനും ഒക്കെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ, പക്ഷെ എളുപ്പമാണ്. അപ്പൊ എന്താണ്, a bag contains 3 red beads and 7 green beads. നേരത്തെ പോലെ തന്നെ ഞാൻ B1 കൊടുക്കുക. ബാഗ് 1 ബാഗ് കണ്ടെയ്ൻസ് 3 റെഡ്. അപ്പൊ റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട് അല്ലേ. അപ്പം 3 റെഡ് ആൻഡ് 7 ഗ്രീൻ ബീഡ്സ്. ഇനി B2 എത്രയാ? Another bag contains 1 more of each. ഈ ബാഗിൽ നിന്ന് ഈ ഓരോന്നിൽ നിന്ന് ഒന്ന് കൂടുതലായിരിക്കും. 1 more of each. എന്താണ്? ഈ റെഡിൽ നിന്നും ഒന്ന് കൂടുതലായിരിക്കും. ഈച്ച് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റെഡും ഗ്രീനും വരും. ഈ റെഡിൽ നിന്നും ഒന്ന് കൂടുതലായിരിക്കും, ഗ്രീനിൽ നിന്നും ഒന്ന് കൂടുതലായിരിക്കും. അപ്പൊ എത്രയാ? ആ ഒരളവാണ് ഇവിടെ എന്ത് B2യിലുള്ളത്. അപ്പം റെഡ് ഇവിടെ ഒന്നുകൂടി എത്ര ഉണ്ടാവും? 4 ആവും. അപ്പൊ ഇവിടുത്തെ റെഡ് എത്രയാ? 4. Another bag contains 1 more of each. ഇവിടെ ഗ്രീൻ എത്രയായിരിക്കും? ഇവിടെ എത്രയാ? 7 ആ. അപ്പൊ ഒന്ന് കൂട്ടിയാ ഇവിടെ 8 ആയിരിക്കും. അപ്പൊ നമുക്ക് ബാഗ് 2ലും എത്ര ഉണ്ടെന്ന് കിട്ടി അല്ലേ. ഇനി the probability of getting a red from which bag is greater. അപ്പം ഈ B1ഉം B2ഉം തന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ ഓരോ ബാഗിലും കൈയിടുമ്പോ ഞാൻ B1ലും കൈയിട്ട്, എൻ്റെ ഒരു കൈയിട്ട്, B2ലും ഒരു കൈയിട്ട്. അപ്പം ഈ 2 പേരും കൈയിട്ടപ്പോൾ ഏത് ബാഗിൽ നിന്ന് ബോൾ എടുക്കുമ്പം എന്താണ് അത് റെഡ് ആവാനുള്ള സാധ്യത കൂടുതൽ ഏതിനാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം B1നാണ് B2ന്. അപ്പൊ ആദ്യം എന്താണ് B1ന്റെ റെഡ് കിട്ടാനുള്ള സാധ്യത നോക്കാം, അല്ലെങ്കിൽ പ്രോബബിലിറ്റി നോക്കാം. എന്താ ഇതിന് P(E1) എന്ന് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് E1 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം ബാഗ് 1. അങ്ങനെ എഴുതുക. P(E1) എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ബീറ്റ്സ് എത്രയുണ്ട്? ഇവിടെ നമ്മൾ ബീറ്റ്സ് ആ, ചിലപ്പോൾ ഞാൻ ബോൾസ് എന്നൊക്കെ പറയും. ഇപ്പൊ ഫുൾ ബോൾസിന്റെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പിന്നെ അത് ബീറ്റ്സിലേക്ക് വരാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. സോ എത്രയുണ്ട് ബീറ്റ്സ്? റെഡ് 3 ഉണ്ട്, 7 ഗ്രീൻ അല്ലെ, ഗ്രീൻ ബീറ്റ്സ് ഉണ്ട്. അപ്പൊ മൊത്തം 7 3 10 ബീറ്റ്സ് ഉണ്ട് ബാഗ് 1ല് അല്ലെ. അപ്പൊ ടോട്ടൽ അത്രയാ. അതിൻ്റെ തൊട്ടാണ് ഞാൻ കൈയിടുന്നത് ബാഗ് 1ല്. എന്നിട്ട് എനിക്ക് എന്തായിരുന്നു പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് കിട്ടാനുള്ള സാധ്യത. ഇപ്പൊ ഇവിടെ റെഡ് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഇപ്പൊ ഇവിടെ എന്താ? 3/10. ഇനി നേരത്തേനും നമുക്ക് അതുപോലെ തന്നെയായിരുന്നു. നേരത്തെ ക്വസ്റ്റ്യനിലും ബാഗ് 1ൽ 3/10 എന്തോ കിട്ടിയ അല്ലെ. ബാഗ് 2ലോ ഇവിടെ ഞാൻ P(E2) എന്ന് കൊടുക്കുക. E2 എന്താ? ലെറ്റ് E2 be the, അങ്ങനെ എഴുതി വെക്കണം. ലെറ്റ് E2 be the probability of getting red from bag 2. P(E2) is equal to let P(E2) be the probability of getting. കേട്ടോ, E2 എന്ന് പറഞ്ഞ ഇവന്റ് എന്താണ്? ഈ റെഡിനെ സെലക്ട് ചെയ്യാനുള്ള ആ ഇവന്റിന്റെ പേര് P(E2) be the, അങ്ങനെ കൊടുക്കണം. അപ്പൊ എല്ലാ ഇവന്റ്സിനും P(E2) P(E1) be the probability of getting. സോ ഇവിടെ എത്ര ഉണ്ട്? 8 4 12. മൊത്തം 12 ബോൾസ് ഉണ്ട്, ബീറ്റ്സ് ഉണ്ട്. അതിനകത്ത് റെഡ് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. അപ്പം 4/12. ഇതിനെനിക്ക് കുറച്ചും കൂടെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് എഴുതാലോ. എങ്ങനെയാ? 4ഉം 2ന്റെ മൾട്ടിപ്ല, 12ഉം 2ന്റെ മൾട്ടിപ്ല. അപ്പം 4 എന്ന് പറഞ്ഞാൽ 2 2s are 4,
12 എന്ന് പറഞ്ഞാൽ 6 2s are 12 അല്ലേ? ഒന്നുകൂടി പോവും അല്ലേ? ഇതെന്താ? 1 2 is 2, 3 2s are 6, 1/3. അല്ലാണ്ട് ഇവിടുന്ന് ഡയറക്റ്റും എനിക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാ? 4/12 ഡയറക്റ്റ്. 1 4 is 4, 4 3s are 12 അല്ലേ? അപ്പം 4 3s are, അപ്പം അത് 3 എന്ന് എഴുതി 12ൻ്റെ അവിടെ. അപ്പം ഇത് 1/3 കണ്ടോ? അപ്പം ഇവിടെ എനിക്ക് 3/10 എന്നും ബാഗ് 1ൻ്റെ കേസിൽ B2ൽ എന്താ 1/3 എന്നും കിട്ടി. ഞാൻ എന്ത് എടുത്തെഴുതുക? B1ൽ എത്ര എനിക്ക്? 3/10 അല്ലേ? പ്രോബബിലിറ്റി റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. B2ൽ എത്രയാ? 1/3 അല്ലേ? അപ്പം എനിക്കിനി കമ്പയർ ചെയ്യണം, എന്നാലേ എന്ത് കിട്ടത്തുള്ളൂ? ഏത് ബാഗിലാണ് റെഡ് കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയെന്ന് കിട്ടത്തുള്ളൂ. കമ്പയർ ചെയ്യണം എങ്ങനെയാ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 3നെ ഈ 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്താ? 3 into 3 is equal to 9. ഇവിടെയോ നേരെ ഇങ്ങോട്ടും 10 into 1, 10 ones are 10. ഏറ്റവും വലുത് ഏതാണ്? 9 10 10 അല്ലേ? നമുക്കറിയാം. ഈ 10ൽ വന്നിരിക്കണ എവിടെയാ? B2ൻ്റെ അവിടെ. അപ്പം എന്താണ്? 1/3 ആണ് വലിയ ഫ്രാക്ഷൻ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് B2ലാണ്, B2ൽ കൈയിട്ടാലേ നമുക്ക് എന്താണ് റെഡ് കിട്ടാനുള്ള ചാൻസ് കൂടുതലുള്ളൂ. അപ്പം ഇത് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഇപ്പോൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനും ഏതിലാണ് ഒരു ഇവന്റിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം കിട്ടാൻ കൂടുതൽ ചാൻസ് അല്ലേ എന്ന് വെച്ചാൽ ഫ്രാക്ഷൻ കമ്പയർ ചെയ്ത് എഴുതാനുള്ളത്. അപ്പം ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു പി ഓഫ് റെഡ് എന്നും അങ്ങനെയൊക്കെയാണ് എല്ലാത്തിലും എഴുതുക. അപ്പം നിങ്ങൾക്ക് E1 E2 E3 എന്ന് പറഞ്ഞുള്ള ഇവൻറ്റ്സ് എടുക്കുക. എന്നിട്ട് എന്താ എഴുതുമ്പോൾ ലെറ്റ് P of E1 be the probability of getting ഏതാന്ന് വെച്ച് എഴുതുക. P of E2 be, ഇപ്പം ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 2-3 കണ്ടീഷൻസിൽ കണ്ടുപിടിക്കാനുണ്ടാവും. അപ്പം അതെല്ലാം E1 E2 E3 എന്ന് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് ലെറ്റ് P of E1, ലെറ്റ് P of E2, ഇന്നത് ലെറ്റ് P of E3. അപ്പം അത് അപ്പം എക്സാമിന് അത് ആൻസർ ചെയ്യുമ്പോൾ ടീച്ചേഴ്സിന് ചെക്ക് ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും. അപ്പം നിങ്ങളുടെ ആൻസേഴ്സ് കുറച്ച് വൃത്തിയായിട്ടിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. സോ ബൈ.